ഹായ്, എല്ലാവർക്കും അഭിശ്രീ ഹോം വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിത്യവഴുതിന വിളവെടുപ്പും കോവയ്ക്ക വിളവെടുപ്പുമാണ്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ വിളവെടുത്തപ്പോൾ എനിക്ക് കുറച്ച് വിളവേ കിട്ടിയുള്ളായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പാണ് ഇത് ഇഷ്ടംപോലെ നിത്യവഴുതിന ഉണ്ടായിട്ടുണ്ട്. ആദ്യമേ നേരത്തേത് ഇതിൽ ഞാൻ ഒത്തിരി വളവും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ പിന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക് ഒക്കെ കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് ഒഴിച്ച് കൊടുത്തത് കൊണ്ട് ഇത്രയും എനിക്ക് വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ കോവയ്ക്കായും ഉണ്ട്. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് വ്യക്തമായിട്ട് കാണുമോ എന്ന് അറിയത്തില്ല. രാവിലെയും വൈകിട്ടും സമയം കിട്ടാത്തത് കൊണ്ട് ഇപ്പം വീഡിയോ എടുക്കുന്നതാണ്. ഇത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കോവയ്ക്ക. ആദ്യത്തെ വിളവെടുപ്പിനേക്കാളും കൂടുതൽ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വിളവെടുക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ നിത്യവഴുതിന് ഇതുണ്ട്. ഇഷ്ടം പോലെ നിത്യവഴുതിനയും ഉണ്ടായിട്ടുണ്ട്. ഈ കോവയ്ക്ക ലൈനായിട്ട് ഇതേ കണ്ടോ, ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, ഇവിടെയും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഒറ്റ ഒരു മൂട്, ഞാൻ 2 മൂടുണ്ട്. ഇപ്പോൾ ഒരെണ്ണത്തിൽ ആയിട്ടില്ല. ഇതൊറ്റ മൂടിൽ മാത്രമാണ് ഇത്രയും കോവയ്ക്ക ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. എല്ലായിട്ട് കിടക്കുന്നു. കാണാൻ എന്ത് രസമാകട്ടെ. ഇതിനായിട്ട് നമ്മൾ സമയം ഒതുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ വീട്ടിലെ ജോലി എല്ലാം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ നമുക്ക് മതി. ഇപ്പം ഞാൻ ഇതിൻ്റെ വിളവെടുക്കാൻ പോവുകയാണ്. വിളവെടുക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാം. അപ്പം വിളവെടുക്കുവാണ്. താഴെ ഞാൻ നിത്യവഴുതിനയും ഇത് കണ്ടോ, നിത്യവഴുതിന ഞാൻ വിളവെടുത്താണ്. ഇന്നത്തേതാണ്. ഇത്രയും കിട്ടി. കണ്ടോ, ഇത് തന്നെ ഒരു 1/2 കിലോ കൂടുതലുണ്ട്. പിന്നെ കോവയ്ക്ക, ഇതേ കോവയ്ക്ക ഉണ്ടോ, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് കൂടുതലുണ്ട് ഇത്. പിന്നെ വലുതായിട്ട് ഞാൻ ഇതിനായിട്ട് സമയം ഒതുക്കി മെനക്കെട്ടതൊന്നുമില്ല. കിട്ടുന്ന സമയത്തിൽ രാവിലെയോ വൈകിട്ടോ സമയം കിട്ടുമ്പം വളവിടാനും സ്പ്രേ ചെയ്ത് കൊടുക്കാനും ഒക്കെ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി കോവയ്ക്ക.